നമസ്കാരം. പുണർദം നക്ഷത്രക്കാരുടെ 2025 ഒക്ടോബർ മാസഫലമാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് 2025 ഒക്ടോബർ മാസം ആത്മീയമായ പുനർവിചിന്തനത്തിൻ്റെയും ജീവിതത്തിലെ നഷ്ടപ്പെട്ട ഊർജ്ജത്തെ തിരികെ പിടിക്കാനുള്ള അവസരങ്ങളുടെ ഒരു സമയമാണ്. ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ വ്യാഴം ഈ മാസം അനുകൂലമായ സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നത് ഒരു വഴിവിളക്കായി വർത്തിക്കുന്നതാണ്. ഒരേ സമയം വെല്ലുവിളികളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമ്മിശ്ര മാസമാണിത്. പുണർദം നക്ഷത്രം മിഥുനൻ രാശിയിലും കർക്കിടകൻ രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഈ രണ്ട് വിഭാഗക്കാർക്കും ഗ്രഹങ്ങളുടെ സ്വാധീനം വ്യത്യസ്തമായാണ് ഭവിക്കുന്നത്. ഈ വ്യത്യാസങ്ങളെക്കുറിച്ചൊരു സൂക്ഷ്മമായ വിശകലനം ആവശ്യവുമാണ്. ഇപ്രകാരം ഈ മാസത്തിൽ ശ്രദ്ധ നൽകേണ്ട പ്രധാന കാര്യങ്ങൾ, അതായത് മിഥുനൻ രാശിക്കാർക്ക് 2025 ശനി മാറ്റം കണ്ടകശനി ആരംഭിക്കുന്നതിലേക്ക് നയിക്കുന്നതിനാൽ ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നക്ഷത്രാധിപനായ വ്യാഴം നിങ്ങളുടെ രാശിയിലൂടെ സഞ്ചരിക്കുന്നത് ഈ പ്രതിസന്ധികളെ ലഘൂകരിച്ച് തരുന്നതാണ്. വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നതുമാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ശനിയുടെ സ്ഥാനമാറ്റം അഷ്ടമശനി എന്ന ദോഷത്തിൽ നിന്ന് മോചനം നൽകും. ഇത് ദീർഘകാലമായി അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും താൽക്കാലികമായി പരിഹരിക്കാൻ സഹായിക്കുന്നതിനാൽ ആശ്വാസകരമായ ഒരു മാസമായി മാറും ഇത്. പൊതുവെ ഈ മാസത്തിൽ തൊഴിൽ മേഖല പുഷ്ടിപ്പെടുമെങ്കിലും സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാനും, എങ്കിലും കഠിനാധ്വാനത്തിലൂടെയും സാമ്പത്തിക ഭാവിക്കായി പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിലൂടെയും വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെയുള്ള ഇടയുണ്ട്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ പറയുന്നുണ്ട്. ഇവ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നതാണ്. വിദ്യാഭ്യാസപരമായും ആരോഗ്യകാര്യങ്ങളിലും പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായി മഹാവിഷ്ണുവിനെയും ശനിയുടെ ദോഷങ്ങൾ ലഘൂകരിക്കാൻ ശാസ്താവിനെയും ഭജിക്കുന്നത് ഉത്തമമാണ്. മാതാവിനെ ശുശ്രൂഷിക്കുന്നത് നക്ഷത്ര ദേവതയായ അതിഥിയെ പ്രീതിപ്പെടുത്താൻ സഹായിക്കുന്നതുമാണ്. ഒക്ടോബർ മാസം പുണർദം നക്ഷത്രക്കാർക്ക് വളരെ നിർണായകമാണെന്ന് മനസ്സിലാക്കുക. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില ഗ്രഹങ്ങളുടെ ചലനങ്ങൾ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതാണ്. സൂര്യൻ കന്നി രാശിയിൽ നിന്ന് ഒക്ടോബർ 17 തുലാം രാശിയിലേക്ക് മാറുന്നുണ്ട്. തുലാം രാശി സൂര്യൻ്റെ നീചരാശിയായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഈ മാറ്റം പല രാശിക്കാർക്കും പ്രതികൂലമായ ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു. ഈ കാലയളവിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയൊക്കെ ആവശ്യവുമാണ്. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും തുടരുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെ ആശ്രയിച്ചായിരിക്കും. ഇത് തൊഴിൽപരവും ആരോഗ്യപരവുമായ കാര്യങ്ങളിൽ ചില പ്രതിസന്ധികൾക്ക് കാരണവുമാകും. എന്നാൽ ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ പ്രതിഭാസങ്ങൾ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥാനങ്ങളാണ്. കാരണം അവ പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. പുണർദം നക്ഷത്രം മിഥുനം, കർക്കിടകം എന്നീ 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഈ 2 രാശിയിൽപ്പെട്ട പുണർദം നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്വാധീനം വ്യത്യസ്തമായാണ് ഭവിക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹസ്ഥാനങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഈ വ്യത്യാസങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മിഥുനൻ രാശിക്കാർക്ക് കണ്ടകശനി ഒരു വെല്ലുവിളിയും അനുഗ്രഹവുമാണ്. 2025 ശനി ഗ്രഹം സ്ഥാനമാറ്റം നടത്തുന്നത് മിഥുനൻ രാശിക്കാർക്ക് കണ്ടകശനി എന്ന ദോഷം ആരംഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് തൊഴിൽപരവും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണവുമാകും. ശനിയുടെ ഈ സ്വാധീനം കാരണം ജീവിതത്തിൽ കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കില്ലെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും ജ്യോതിഷത്തിൽ ഒരു ഗ്രഹത്തിൻ്റെ ദോഷകരമായ സ്വാധീനത്തെ മറ്റൊരു ഗ്രഹത്തിൻ്റെ ഗുണകരമായ സ്വാധീനം ലഘൂകരിക്കുന്ന ഒരു പ്രതിഭാസവുമുണ്ട്. ഈ മാസം പുണർദം നക്ഷത്രത്തിൻ്റെ അധിപനായ വ്യാഴം മിഥുനൻ രാശിയിലൂടെ, അതായത് പുണർദം നക്ഷത്രത്തിൽ തന്നെ സഞ്ചരിക്കുന്നു. വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും. കണ്ടകശനി ഉണ്ടാക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ ആത്മവിശ്വാസവും ഊർജവും ഈ വ്യാഴ സഞ്ചാരം നൽകുന്നതുമാണ്. അതിനാൽ ഈ മാസം മിഥുനൻ രാശിക്കാർക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെ ഫലപ്രദമായി നേരിടാനുള്ള ആന്തരിക ശക്തിയും അനുഗ്രഹവും ഗുരുവിൽ നിന്നും ലഭിക്കും, അതായത് വ്യാഴത്തിൽ നിന്നും ലഭിക്കും. ഇത് മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ശുഭാപ്തി വിശ്വാസം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ആന്തരിക സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുന്നതാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ശനിദോഷത്തിൽ നിന്ന് മോചനമുണ്ട്. മിഥുനൻ രാശിക്കാർക്ക് വിപരീതമായി കർക്കിടകൻ രാശിക്കാർക്ക് ഈ മാസം ആശ്വാസകരമായിരിക്കും. 2025 ശനിഗ്രഹത്തിനുണ്ടാകുന്ന മാറ്റം കർക്കിടകൻ രാശിക്കാർക്ക് ദീർഘകാലമായി അലട്ടിയിരുന്ന അഷ്ടമശനി എന്ന ദുരിതത്തിൽ നിന്ന് മോചനം നൽകും. ഇത് ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും താൽക്കാലികമായി പരിഹാരവും ഉണ്ടാക്കും. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 18 വരെ വ്യാഴം പുണർദം നക്ഷത്രത്തിൻ്റെ 3ാം പാദത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പുണർദം നക്ഷത്രത്തിൻ്റെ പ്രധാന സ്വഭാവങ്ങളിലൊന്ന് പുനരുജ്ജീവനവും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാനുള്ള കഴിവുമാണ്.
ഇതിൻ്റെ പ്രതീകമായി അമ്പും ആവനാഴിയും ഉപയോഗിക്കുന്നു. ഇത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനും വീണ്ടും തുടങ്ങാനുമുള്ള കഴിവ് സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായ അതിഥി പരിമിതികളില്ലാത്ത ആകാശത്തെയും സകല ദൈവങ്ങളുടെയും അമ്മയെയും പ്രതീകവൽക്കരിക്കുന്നു. ഇത് ആശ്വാസത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും ഊർജം നൽകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വ്യാഴത്തിൻ്റെ സഞ്ചാരത്തെ വിശകലനം ചെയ്യുമ്പോൾ വ്യാഴം പുണർത്തത്തിൻ്റെ അന്തർലീനമായ ഈ പുനരുജ്ജീവന ഊർജത്തെ സജീവമാക്കുന്നതായി കാണാം. അതുകൊണ്ട് ഈ മാസം ജീവിതത്തിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും പഴയ ആശയങ്ങൾ പുനരവലോകനം ചെയ്യാനും വൈകാരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ഇത് കേവലം ഒരു ജ്യോതിഷ പ്രവചനം എന്നതിലുപരി നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഒരു പ്രത്യേക ഗ്രഹസഞ്ചാരത്തിലൂടെ എങ്ങനെ പ്രകടമാകുന്നു എന്നതിൻ്റെ ഒരു ആഴത്തിലുള്ള വിശകലനമാണ്. ഈ മാസം പുണർന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പുനഃപരിശോധന നടത്താനും തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനും പഴയ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ആത്മീയമായ ഉണർവ് നേടാനും സാധിക്കും. പുണർത്തം നക്ഷത്രക്കാർക്ക് തൊഴിൽ സാമ്പത്തിക മേഖലകളിൽ ഈ മാസം മിശ്രഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. സാമ്പത്തികമായി ചില ക്ലേശങ്ങൾ നേരിടാമെങ്കിലും തൊഴിൽ രംഗം പുഷ്ടിപ്പെടുന്നതാണ്. ഇത് മാനസികമായ പിരിമുറുക്കത്തിനൊക്കെ കാരണമാകാനും ഇടയുണ്ട്. മിഥുനൻ രാശിക്കാർക്ക് ഈ മാസം വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായ ഒരു കാലഘട്ടമാണ്. കണ്ടകശനി തുടങ്ങുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ അനുഗ്രഹം കാരണം പുതിയ അവസരങ്ങൾ തേടിയെത്താം. ഊർജത്തിൽ സ്ഥിരത കൈവരിക്കുന്നതിനാൽ വ്യക്തമായ ലക്ഷ്യങ്ങളോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ കണ്ടകശനി തൊഴിൽ പ്രതിസന്ധികൾക്ക് കാരണമാകാനും സാധ്യതയുണ്ടെന്ന് ജ്യോതിഷപരമായി സൂചനകളുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടം കഠിനാധ്വാനം ആവശ്യമുള്ളൊരു സമയമാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ശനിദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനാൽ ദീർഘകാലമായി അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ താൽക്കാലിക പരിഹാരം ഉണ്ടാകും. നിങ്ങളുടെ ഉപബോധ മനസ്സും ആന്തരിക ലോകവും കൂടുതൽ സജീവമാകുന്നതായിരിക്കും. ഇത് വിശ്രമത്തിനും ആത്മപരിശോധനയ്ക്കുമുള്ള സമയവുമാണ്. പുറമേ കാര്യങ്ങൾ ശാന്തമായി തോന്നുമെങ്കിലും ഉള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാകും. തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ സാഹസങ്ങൾക്ക് മുതിരാതെ ആന്തരികമായ പുനർമൂല്യനിർണ്ണയം നടത്തുന്നത് ഉചിതമായിരിക്കും. പൊതുവെ പുണർന്ന നക്ഷത്രക്കാർ സത്യസന്ധരും തുറന്ന മനസ്സിനുടമയുമാണ്. അവർ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ്. ഈ സ്വഭാവം കാരണം ബിസിനസ് പങ്കാളിത്തങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് അവർക്ക് ഉചിതം. തട്ടിപ്പുകളും കള്ളത്തരങ്ങളും നിറഞ്ഞ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരുടെ സത്യസന്ധത ഒരു തടസ്സമായി മാറും. ഈ മാസം കഠിനാധ്വാനം ചെയ്ത് ഭാവിക്കായി നിക്ഷേപങ്ങൾ നടത്താൻ അനുയോജ്യവുമാണ്. എഴുത്ത്, ജ്യോതിഷം, സാഹിത്യം, അധ്യാപനം, നിയമം, സൈക്കോളജി, വിദേശ ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സന്താനങ്ങളിൽ നിന്ന് സന്തോഷവാർത്ത കേൾക്കാനും സാധ്യതയുണ്ട്. പുണർന്ന നക്ഷത്രക്കാർക്ക് മാതാവിനോട് പ്രത്യേകമായ അടുപ്പമുള്ളവരാണ്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ജീവിത പങ്കാളിയുമായി സന്തുലിതാവസ്ഥ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യവുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരാണെങ്കിലും ഭർത്തൃസ്നേഹമുള്ളവരായിരിക്കും. പ്രണയ ജീവിതത്തിൽ പുണർന്ന നക്ഷത്രക്കാർക്ക് സ്ഥിരത കൈവരിക്കുകയും വൈകാരിക സുരക്ഷ, കുടുംബം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരുമാണ്. അവർ ക്ഷമിക്കുന്നവരും വിശ്വസ്തരും സ്നേഹസമ്പന്നരുമായിരിക്കും. പൂയം, അത്തം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുമായി വൈകാരികവും ആത്മീയമായ യോജിപ്പ് ഉണ്ടാകുന്നതാണ്. പുണർന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം മെച്ചമായിരിക്കുന്നതാണ്. എന്നാൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള അമിതമായ ആകുലപ്പെടുന്ന ഒരു സ്വഭാവം അവരിൽ കാണാറുമുണ്ട്. ദിവസവും ചിട്ടയായ ദിനചര്യകളും ഭക്ഷണക്രമവും പാലിക്കുന്നതും മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുന്നതും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്വാധീനം നിർണായകമാണ്. മിഥുനൻ രാശിക്കാർക്ക് കണ്ടകശനി തുടങ്ങുന്നതിനാൽ മാനസിക സംഘർഷങ്ങൾക്കും ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾക്കും സാധ്യത കാണിക്കുന്നുണ്ട്. അതേസമയം കർക്കിടകൻ രാശിക്കാർക്ക് ശനിദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനാൽ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസം ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ വിദ്യാപുരോഗതിയും അന്യദേശ സഞ്ചാരവും ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്വാധീനം കാരണം പഠനകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. നിയമപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അക്കാദമിക് രംഗം, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിലും മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ ഊർജത്തെയും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിന് ചില ആചാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നു. ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ വ്യാഴത്തെയും ദേവതയായ അതിഥിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത്. കൂടാതെ ശനിയുടെ ദോഷകരമായ സ്വാധീനം കുറയ്ക്കാൻ ആവശ്യമായ പരിഹാരങ്ങളും ആചരിക്കണം. പുണർന്ന നക്ഷത്രവും വ്യാഴാഴ്ചയും വരുന്ന ദിവസം വ്രതത്തോടെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക.
ഗുരുവിനെ പ്രീതിപ്പെടുത്താനാണിത്. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് കുടുംബ ഐക്യത്തിനും ഐശ്വര്യത്തിനും ഉതകുന്നതാണ്. ശനിയുടെ ദോഷം ലഘൂകരിക്കാവുന്നത് ശബരിമല ശാസ്താവിനെ പതിവായി ഭജിക്കുന്നതും ശനിദോഷം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ്. മാതാവിനെ ശുശ്രൂഷിക്കുകയും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക. ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായ അതിഥി സകല ദൈവങ്ങളുടെയും അമ്മയായതിനാൽ സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കുന്നത് വളരെ ശക്തമായ ഒരു പ്രതിവിധിയായി പറയപ്പെടുന്നു. ഇത് നവീകരണത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും അനുഗ്രഹം നൽകും. ഒക്ടോബർ മാസത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ശുഭമുഹൂർത്തങ്ങൾ ലഭ്യമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും വീട് മാറാനും വാങ്ങാനും ഈ ദിവസങ്ങൾ പരിഗണിക്കാവുന്നതാണ്. അതായത് ഒക്ടോബർ 13 തിങ്കളാഴ്ച, ഒക്ടോബർ 23 വ്യാഴം, ഒക്ടോബർ 24 വെള്ളി, ഒക്ടോബർ 29 ബുധൻ. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും വളരെ നല്ല ദിവസങ്ങളാണ്. ഗൃഹപ്രവേശനം, പുതിയ ബിസിനസ് തുടങ്ങുന്നതിനുള്ള നല്ല സമയം, മറ്റു ശുഭകരമായ കർമ്മങ്ങൾക്കും അനുയോജ്യമാണ്. ഗൃഹപ്രവേശനത്തിന് ഉചിതമായ ദിവസം ഒക്ടോബർ 29 2025 ഒക്ടോബർ മാസം പുണർദം നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലങ്ങളുടെ മാസമാണ്. മിഥുനൻ രാശിക്കാർക്ക് കണ്ടക ശനിയെ നേരിടുമ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് ശനിദോഷത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും, എന്നാൽ ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷപരമായ കാര്യം നക്ഷത്രാധിപനായ വ്യാഴം പുണർദത്തിൻ്റെ ആന്തരിക ഊർജത്തെ സജീവമാക്കുന്നു എന്നതാണ്. ഇത് ജീവിതത്തിൽ എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള ആന്തരിക ശക്തി നൽകും. പുണർദ നക്ഷത്രത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ മാസം വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും നഷ്ടപ്പെട്ടവയെ പുനഃസ്ഥാപിക്കാനും പുതിയ ഊർജ്ജത്തോടെ ജീവിതം വീണ്ടും തുടങ്ങാനും ഉള്ള ഒരു അവസരവുമാണ്. ഈ നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെ തടസ്സങ്ങളായി കാണാതെ ആത്മീയവും വ്യക്തിപരവുമായ വളർച്ചയ്ക്കുള്ള പടവുകളായി കാണാൻ സാധിക്കുന്നതുമാണ്. ക്ഷമയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ശക്തിയായ പുനരുജ്ജീവനം എന്ന ഈ ആശയം ഈ മാസം നിങ്ങളുടെ വഴികാട്ടിയായിരിക്കട്ടെ.